സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി നൽകുന്നതിനെതിരെ എതിർപ്പ് ശക്തം. തീരുമാനം പെൺകുട്ടികളുടെ കർമ്മശേഷിയെ പരിമിതപ്പെടുത്തും എന്നാണ് ഉയരുന്ന ആക്ഷേപം. അവധികൾ ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്കയും ചിലർ പങ്കുവെക്കുന്നുണ്ട്. അതിനിടെ ആർത്തവാവധി അനുവദിക്കുന്നതിനെതിരെ മുൻ DGP ആർ ശ്രീലേഖ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിലായിരിക്കുകയാണ്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഈ വിഷയത്തിൽ രണ്ട് തട്ടിലുണ്ട്, രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇതിനെ കാണുന്നത് രണ്ട് രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗം ചിലരെങ്കിലും അതിനെ എതിർത്ത് പറയുമ്പോഴും അതിന് ആ ഒരു ഗുണവശങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കൂടി ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിപ്പോൾ മറ്റൊന്ന്, ഈ ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതും കണ്ടതാണ്. ഒരു സ്വകാര്യതയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നത്, അതൊക്കെ ഈ കാലത്തും അതിനെ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നല്ലേ പറയാനുള്ളൂ. ഇതിൽ ശ്രുതി അത് തന്നെയാണ്. ഇതിൽ രണ്ട് അഭിപ്രായം തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ എന്ന് തന്നെയാണ്. സർക്കാരിന്റെ തീരുമാനമാണ് ഇത് സംബന്ധിച്ചുള്ള 3 അവധികൾ കൊടുക്കുക എന്നത് സംബന്ധിച്ച്. അത് കേൾക്കുമ്പോൾ വളരെ നല്ലതാണ് എന്ന് തോന്നുമെങ്കിലും അതിനോട് എതിർക്കുന്നവർ, വിമർശിക്കുന്നവർ കൂടുതലുണ്ട് എന്നതാണ്. അതായത് മറ്റൊരു വിഭാഗമാക്കി നമ്മുടെ പെൺകുട്ടികളെ മാറ്റും എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനമായ ആരോപണം. ഈ പറയുന്ന അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത്തരം അവധി കിട്ടിയാൽ നല്ലത് തന്നെയാണ്. പക്ഷെ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ രീതിയിൽ അവധി വരുമ്പോൾ ശ്രീലേഖ പറയുന്നത് അത് മറ്റുള്ളവർ അറിയാനിടയാവുകയും അവരിലൊരു അപകർഷതാബോധം വളർത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അവരുടെ കരിയർ കാലയളവിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടും അതിനെങ്ങനെയാണ് തരണം ചെയ്തത് എന്നൊക്കെ അവർ അതിൽ പറയാൻ ശ്രമിക്കുന്നുമുണ്ട്. വിമർശിക്കുന്നവർ പ്രധാനമായും ഇതാണ് പറയുന്നത്. ഈ 3 ദിവസം അവരെ ഓരോ മാസവും അതിൽ നിന്ന് മാറ്റി നിർത്തി കഴിയുമ്പോൾ അവർക്ക് പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് അതിന്റെ കുറവുകൾ ഉണ്ടാകും. അതായത് എല്ലാ മാസവും, ഉദാഹരണം സ്കൂളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 10 മാസം 3 അവധി വെച്ച് എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ 30 ദിവസത്തെ പഠനമാണ് അവർക്ക് ഇല്ലാതാകുന്നത്. അങ്ങനെ കുറെ ബുദ്ധിമുട്ടാണ് ചില ആളുകൾ വിമർശനമായി ഉന്നയിക്കുന്നത്. പക്ഷേ വളരെ പോസിറ്റീവായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഒരുപാടുണ്ട്, അവർക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനവും തന്നെയാണ്. പക്ഷേ മറ്റൊരു വിഭാഗം ഇതിനെ ശക്തിയായി എതിർക്കുകയും ചെയ്യുന്നു. എതിർക്കുന്നത് ഈ രീതിയിലുള്ള സാമൂഹ്യ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. തീർച്ചയായിട്ടും TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.